ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലിനോടുള്ള രാജ്യത്തെ ജനങ്ങളുടെ പ്രതികരണം എന്താണ്? ന്യൂസ് 18 നെറ്റ്വർക്ക് നടത്തിയ അഭിപ്രായ സർവേയിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ പിന്തുണയ്ക്കുകയാണ് 80% ആളുകൾ. എന്നാൽ ഒരുമിച്ചുള്ള തെരഞ്ഞെടുപ്പ് ഉത്തരേന്ത്യയിൽ മികച്ച പ്രതികരണം ലഭിക്കുമ്പോൾ കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യയിൽ അതിന് ആ രീതിയിലുള്ള പ്രതികരണം ലഭിക്കുന്നില്ല എന്നാണ് വ്യക്തമാവുന്നത്. ലോക്സഭയിലേക്കും നിയമസഭയിലേക്കുമുള്ള തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തുന്നതിനുള്ള ബിൽ കേന്ദ്രമന്ത്രിസഭ അംഗീകരിക്കുകയും ബിൽ സംയുക്ത പാർലമെന്ററി സമിതിയുടെ പരിഗണനയിലിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ന്യൂസ് 18 നെറ്റ്വർക്ക് രാജ്യവ്യാപകമായി അഭിപ്രായ സർവേ നടത്തിയത്. രാജ്യത്തെ 29 സംസ്ഥാനങ്ങളിൽ നിന്നായി 4573 പേരിൽ നിന്നാണ് അഭിപ്രായം തേടിയത്. തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തണോ എന്ന ചോദ്യത്തിന് 80.1% പേർ വേണം എന്നായിരുന്നു അഭിപ്രായപ്പെട്ടത്. 16% ആളുകൾ ഒരുമിച്ചുള്ള തെരഞ്ഞെടുപ്പിനെ എതിർത്തു. 3.9% പേർ നിഷ്പക്ഷമായ നിലപാടാണ് സ്വീകരിച്ചത്. ഹിന്ദി ഹൃദയഭൂമിയിലെ ജനങ്ങളാണ് ഒരുമിച്ചുള്ള വോട്ടെടുപ്പിന് കൂടുതൽ പിന്തുണ നൽകുന്നത്. ഈ മേഖലയിൽ 90% പേരും ഒരുമിച്ച് വോട്ടെടുപ്പ് നടത്തണമെന്ന് അഭിപ്രായം ഉള്ളവരാണ്. എന്നാൽ കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യയിൽ താരതമ്യേന പിന്തുണ കുറവാണ്. 69.7% പേരാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ അനുകൂലിച്ചത്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഉത്തരേന്ത്യയിലേതുപോലെയുള്ള പിന്തുണ പ്രകടമല്ല. 73.9% പേരാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനോട് യോജിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ചെലവ് ഗണ്യമായി കുറയ്ക്കാൻ പുതിയ നീക്കം സഹായിക്കുമെന്ന് സർവേയിൽ പങ്കെടുത്ത 81.2% പേർ പറയുന്നു. 13.1% ആളുകൾക്ക് എന്നാൽ ചെലവ് ചുരുങ്ങും എന്ന പ്രതീക്ഷയില്ല. ദക്ഷിണേന്ത്യയിലെ 21% ആളുകളും തെരഞ്ഞെടുപ്പ് ചെലവ് കുറയില്ല എന്നാണ് അഭിപ്രായപ്പെട്ടത്. ഒരുമിച്ചുള്ള തെരഞ്ഞെടുപ്പ് ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദമാണോ? സ്കൂളുകൾ, കോളേജുകൾ അടക്കം പല സമയങ്ങളിൽ അടച്ചിടുന്നത് ഒഴിവാക്കാനാകില്ലേ? 80.8% ആളുകളാണ് ചോദ്യങ്ങളോട് അനുകൂല നിലപാട് സ്വീകരിച്ചത്. 13.2% ആളുകൾക്ക് യോജിപ്പില്ല. ലോക്സഭയിലേക്കും നിയമസഭയിലേക്കുമുള്ള തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളെയും സ്ഥാനാർത്ഥികളെയും സംബന്ധിച്ച് വോട്ടർമാർക്ക് ആശയക്കുഴപ്പം ഉണ്ടാകുമോ? ആശയക്കുഴപ്പമുണ്ടായേക്കാമെന്ന് 39.1% ആളുകൾ പറയുമ്പോൾ ആശയക്കുഴപ്പത്തിന് സാധ്യതയില്ലെന്ന് 49.4% പേരും ഉറപ്പിക്കുന്നു. ദക്ഷിണേന്ത്യയിലെ ജനങ്ങൾക്ക് എന്നാൽ ഇതിലും വ്യത്യസ്ത നിലപാടാണ്. തെരഞ്ഞെടുപ്പ് ഒരുമിച്ച് നടത്തിയാൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുമെന്നാണ് 46% ആളുകൾ പറയുന്നത്. പടിഞ്ഞാറൻ സംസ്ഥാനങ്ങൾക്കും ഇതുതന്നെയാണ് അഭിപ്രായം. ഒരുമിച്ച് വോട്ടെടുപ്പ് നടന്നാൽ പോളിംഗ് ശതമാനം ഉയരുമെന്ന് അഭിപ്രായമുള്ളവർ 72%. ദക്ഷിണേന്ത്യയിൽ ഉള്ളവർക്ക് എന്നാൽ ആ പ്രതീക്ഷയും കുറവാണ്. 64.2% ആളുകൾ വോട്ടിംഗ് ശതമാനം കൂടിയേക്കാം എന്ന് അഭിപ്രായപ്പെടുന്നു. ദേശീയ പ്രാദേശിക വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ സഖ്യങ്ങൾ രൂപീകരിക്കാനും സുസ്ഥിര ഭരണത്തിനും ഏത് രീതിയിലുള്ള തെരഞ്ഞെടുപ്പാണ് നല്ലത്? 71.6% ആളുകളും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെയാണ് പിന്തുണയ്ക്കുന്നത്. 17.7% പേർ എതിർക്കുന്നുമുണ്ട്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ 80%-ലധികം പേർ പിന്തുണച്ചുവെങ്കിലും ആ രീതി ഇന്ത്യൻ ജനാധിപത്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുമോ എന്ന ചോദ്യത്തിന് പിന്തുണ അത്രയുമില്ല. 69.9% ആളുകളാണ് ജനാധിപത്യം ശക്തിപ്പെടുമെന്ന് അഭിപ്രായപ്പെട്ടത്. 13.4% ആളുകൾ ശക്തിപ്പെടില്ലെന്ന് അഭിപ്രായം ഉള്ളവരാണ്. സർവേയിൽ പങ്കെടുത്തവരിൽ 16.7% ആളുകൾക്ക് ഈ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകാനുമായില്ല. അഭിപ്രായ സർവേകൾ ഇപ്രകാരമാണെങ്കിലും ബിൽ നിയമമായി വരണമെങ്കിൽ കടമ്പകൾ ഏറെയാണ്. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18.